വീണ്ടും കുതിച്ചു. ഈ മാസം 3680 രൂപയുടെ മുന്നേറ്റം. അറിയാം ഇന്നത്തെ പവനുവില. കൊച്ചി, കേരളത്തിലെ ഇന്നും സ്വർണ്ണവില വർദ്ധിച്ചു. എല്ലാ റെക്കോർഡുകളും മറികടന്ന് പുതിയ ഉയരങ്ങൾ താണ്ടുകയാണ് സ്വർണം. ഒരുപക്ഷേ വരും ദിവസങ്ങളിലും സ്വർണത്തിന് നേരിയ തോതിൽ വിലമാറ്റം സംഭവിക്കാം. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ മാറ്റം വരുത്തേണ്ടെന്ന് തീരുമാനിച്ചു. എങ്കിലും വരും മാസങ്ങളിലെ മാറ്റങ്ങൾക്കുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞുവരികയാണ്. ബിറ്റ് കോയിന് വില ഉയർന്ന നിരക്കിൽ തുടരുകയും ചെയ്യുന്നു. ഡോളർ സൂചിക വലിയ മുന്നേറ്റം നടത്തുന്നില്ല. ഇന്ത്യന് രൂപ കരുത്ത് തിരിച്ചുപിടിക്കാനാകാതെ കുഴങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബാങ്ക് പലിശയിൽ കാര്യമായി കൈവയ്ക്കില്ലെന്നാണ് കരുതുന്നത്. ഓഹരി വിപണിയാണ് അദ്ദേഹത്തിന്റെ നോട്ടം. അറിയാം ഇന്നത്തെ സ്വർണ്ണവില സംബന്ധിച്ച്. കേരളത്തില് ഇന്ന് ഒരു പവന് സ്വർണത്തിന് 60,880 രൂപയായി ഉയർന്നു. 120 രൂപയാണ് പവന് കൂടിയത്. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 7,610 രൂപയിലെത്തി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 6,285 രൂപയായി. അതേസമയം വെള്ളിയുടെ വിലയിൽ ഇന്ന് കാര്യമായ മാറ്റമുണ്ടായി. ഗ്രാമിന് 2 രൂപ വർദ്ധിച്ച് 100 രൂപയിലെത്തി. ആഗോള സ്വർണ്ണവിലയിലെ നേരിയ മുന്നേറ്റം പ്രകടമാണ്. ഔൺസിന് $2,761 പുതിയ നിരക്ക്. ഈ മാസം 1 ഒരു പവന് സ്വർണത്തിന് 57,200 രൂപയായിരുന്നു കേരളത്തിലെ വില. ഇന്ന് 60,880 രൂപയായി. അതായത് 3,680 രൂപയാണ് ഈ മാസം മാത്രം സ്വർണത്തിന് വില കൂടിയത്. സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ലാഭകരമാണെന്ന് ഇക്കാര്യം സൂചിപ്പിക്കുന്നു. അതുതന്നെയാണ് കൂടുതൽ പേരെ സ്വർണത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. എത്ര വില കൂടിയാലും സ്വർണം ആളുകൾ വാങ്ങുന്നതും ഇതുകൊണ്ടുതന്നെ. ഡോളർ സൂചിക 107 എന്ന നിരക്കിലാണുള്ളത്. ഇന്ത്യന് 86 രൂപ 58 പൈസ എന്ന നിരക്കിലും. ഡോളറും രൂപയും കരുത്ത് വർദ്ധിപ്പിച്ചാൽ സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ വിപണി അസ്ഥിരമായിട്ടാണ് കാണുന്നത്. ക്രൂഡ് ഓയിൽ വില ഇടിയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേട്ടമാണ്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $76 താഴ്ന്നു. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിന് വില $104,000 കയറി. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പ്രതീക്ഷിച്ച പോലെ പലിശ നിരക്കിൽ മാറ്റം വരുത്തിയില്ല. അതേസമയം മാർച്ചിൽ ചേരുന്ന യോഗത്തിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്. ഈ വർഷം 2 തവണ പലിശ കുറയ്ക്കുമെന്നാണ് കരുതുന്നത്. പലിശ കുറയ്ക്കുമ്പോൾ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയും. സ്വർണ്ണവില ഉയരുകയും ചെയ്യും. അമേരിക്കൻ പ്രസിഡന്റും ഫെഡറൽ റിസർവ് ചെയർമാനും തമ്മിൽ സ്വരച്ചേർച്ചയില്ല എന്ന പ്രചാരണം കുറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ്. വില കുറയ്ക്കണമെന്ന് ഒപെക് രാജ്യങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സൗദി ഉൾപ്പെടെയുള്ള ഒപെക് രാജ്യങ്ങളെ ഇക്കാര്യം പരിഗണിക്കാൻ സാധ്യത കുറവാണ്. ശനിയാഴ്ചയാണ് ഇന്ത്യയിലെ ബജറ്റ് അവതരണം. സ്വർണ്ണ ഇറക്കുമതി നികുതി കൂട്ടിയാൽ സ്വർണ്ണവില വർദ്ധിച്ചേക്കും.